ഇതാണ് നമ്മുടെ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇപ്പം ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നത്. മൊത്തത്തിൽ ആയുർവേദ മ്യൂസിയം ഉള്ളൂ അല്ലേ? പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവിടെ കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? അപ്പം ആർക്കും ആണെങ്കിലും ഇവിടേക്ക് സ്വാഗതം. എല്ലാവർക്കും വന്ന് കാണാം കേട്ടോ. നമസ്കാരം. ഇതെനിക്ക് പരിചയമില്ല. ജീരകം കൊള്ളാലോ. ഒരുപാട് തരം തുളസികൾ, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത തുളസികളാണ് കേട്ടോ ഇവിടെയുള്ളത്. കൊള്ളാലോ. ഇത് ഭയങ്കര സംഭവമായിട്ട് അടിപൊളി. ലെമൺ തുളസി ഇവിടെ ഉണ്ട്. ഇല്ല വെച്ചാലേ തുളസിയുടെ കുഴപ്പമെന്ന് വെച്ചാലേ നമുക്ക് മഴക്കാലത്തല്ല ഉണ്ടാവുക, വേനൽക്കാലത്ത് കൂടുതലുണ്ടാവുക. കുറച്ച് ആൾക്കാർ കഴിക്കുമ്പോൾ മഴക്കാലത്ത് കൂടുതലുണ്ടാവും. ലെമണിന്റെ മണമല്ല, എനിക്ക് അറിയില്ല. എനിക്ക് ഇതിന്റെ കൂടെ കൺഫ്യൂഷൻ വന്നു. സ്വീറ്റ് ബാസ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഓൾട്ടർനേറ്റ് ഫോർ ഷുഗർ എന്നുകൊണ്ട് കാര്യമായിട്ട് മാർക്കറ്റിംഗ് വരുന്നതാണ്. ശരി, കൊള്ളാം. ഇതെല്ലാം 50 ടൈപ്പ് തുളസി ഉണ്ട്. അതെ, 50 ടൈപ്പ് തുളസി. ട്രിപ്പിൾ ബാസിൽ അതുമാതിരി വെസ്റ്റേണേഴ്സ് വീണില്ലേ, കുക്കിങ്ങിനെ വീണില്ലേ, ഇത് ആളുകൾക്ക് ഒരു കൗതുകമാണ്. അതെ അതെ അതെ. APJ അബ്ദുൽ കലാം സാറാണ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം നട്ട മരമാണ്. അന്ന് ചെറിയ തയ്യാറെടുപ്പ്. കുട്ടികളോട് ചോദിക്കും ആരാണ് യൂത്ത് തയ്ക്കണമെന്ന് പറയും. ആദ്യം പറയും നടന്മാര്, അവസാനം ഒരു ചേർന്നത് അബ്ദുൽ കലാം സാറിന്. ഇത് ദശപുഷ്പങ്ങള്. അതായത് നമ്മൾ പറയില്ലേ, ഇതിനൊക്കെ കൃത്യമായിട്ട് സയൻസ് ഉണ്ട് കേട്ടോ. അല്ല പണ്ടത്തെ ആളുകൾ ഇപ്പോൾ ഒരു കാലഘട്ടം ഈ കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ പത്തിലക്കറി, ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഓരോ ചെടികളും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഓരോ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള മരുന്നും കൂടിയാണ്. പണ്ട് നോക്കൂ, നമുക്ക് കൃഷി ചെയ്യണ തൊഴിൽ. അപ്പോൾ കർക്കിടക മാസത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ അത് കച്ചവടമാണ്, മൺസൂൺ ടൂറിസം ആണ്, അറിയാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളീയർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അതിലെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ അന്ന് കുശവം പോലും വീട്ടിലിരിക്കാന്ന് പറയണ ഒരു കഥയാണ്. അപ്പോൾ ഈ പത്തിലൊക്കെ ഇതുകൊണ്ടൊക്കെ കറികൾ വെച്ച് കഴിക്കുമ്പോൾ അന്ന് കുറച്ച് പഞ്ഞകാലാണ്. അപ്പൊ വേറെ ഒന്നും കഴിക്കാനില്ല. അപ്പൊ ഈ ദശപുഷ്പങ്ങൾ അതുമാതിരി നമ്മുടെ തൊടിയിലേക്കാണ് തകരി ചൊറിയണം കഴിക്കുക. ഇതിനൊക്കെ പറഞ്ഞ ഇപ്പൊ മോഡേൺ നമ്മളിപ്പോ അതിന്റെ റിസർച്ച് വരുന്ന കരോട്ടിൻ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോഷകങ്ങളുണ്ടാവും. അത് മാത്രമല്ല, ഏറ്റവും മോശം കാലാവസ്ഥയിൽ ഏറ്റവും കരുത്തോടുണ്ടാവണ ഈ ചെടികൾ കഴിക്കുമ്പോൾ കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് ഇറങ്ങാൻ പോവാണ്, കൃഷി എന്നുള്ള ഭാഗമാണ്. അപ്പൊ ഇതൊക്കെയാണ് അന്നത്തെ ആളുകൾ ചെയ്തിരുന്ന ടെക്നിക്ക്. ഇതിലൊന്ന് പ്രത്യേകത എന്നറിയോ, പണ്ട് കാലത്ത് നമ്മൾ ചെടികളും മരുന്നിനായിട്ട് വെട്ടിയെടുക്കും, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിയെടുക്കും. ആരാ തിരിച്ചു വയ്ക്കുക? വിശ്വാസം വേണം. അപ്പൊ ഇത് നിങ്ങളുടെ നാളുകളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു കുട്ടി ഉണ്ടാവും, നമ്മുടെ നാളിൽ ആ കുട്ടിയുടെ നാളിനുള്ള ചെടി നമ്മളെ നട്ടിരുന്നെങ്കിൽ ഇന്ന് കേരളം മുഴുവൻ കാടായില്ല. അതാണ് ഇതിന്റെ കഥ. ഇതിന്റെ രസം നോക്കൂ. ആദ്യത്തെ നാള് അശ്വതി, കൊടും വിഷമാണ്. പണ്ട് ആത്മഹത്യ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇപ്പൊ നമ്മള് സയനൈഡ് കഴിക്കുക. രണ്ടാമത്തെ ചെടി നെല്ലിയാണ്, ടു എക്സ്ട്രീം. അത് പറയാം അമൃത് കമ്പനിയല്ലോ. അതായത് പെറ്റമ്മയ്ക്ക് തുല്യം എന്നാ പറയുന്നത്. ഇത് 2 എക്സ്ട്രീമാണ്. ഒന്ന് കൊടും വിഷം, ഒന്ന് അമൃത്. ഇതിനിടയിലാണ് 40 മരം, ഇങ്ങനെ എല്ലാ മരങ്ങളും വരുന്നത്. അപ്പൊ ഈ മരങ്ങള് 27 നാള് വെച്ച് 27 മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ കേരളത്തിൽ കാടാവാനുള്ള മരം. എന്തായിരുന്നു മകം മറന്നുപോയി. എന്ത് പേരാല? അതന്നെ അതന്നെ അതന്നെ. ജാന നീർമരുത അതെല്ലാം ഇവിടെ. ഞാവല് ഇപ്പൊ ഇനി പണ്ടത്തെ ആളുകളുടെ ഒരു ബ്രില്യൻസ് കൂടി ഞാൻ പറയാം. ഇപ്പൊ ഞാവലിന്റെ വേര്, ഒരു എക്സാമ്പിൾ പറഞ്ഞോ. ഞാവലിന്റെ വേരും വരുന്നതാണ്. അപ്പൊ ഒരു ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു, വേര് തെക്കോട്ട് പോയ വേര് അല്ലെങ്കിൽ കിഴക്കോട്ട്. അപ്പോൾ ഇത് ഞാൻ ജനറലായിട്ട് പറഞ്ഞു പോവാ. അപ്പോൾ ഈ വേര് മുറിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 50-60 വർഷമായ ഞാവലോടെ നിൽക്കും, ഉപയോഗിക്കാം. പണ്ടത്തെ ആളുകൾ നോക്കും, മരത്തിനോട് അനുവാദം ചോദിച്ചൊന്നും മരം വെട്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അന്ന് ഇതേമാതിരി തന്നെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകതയാണ് കാവുകൾ, പാമ്പും കാവുകൾ. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാമ്പും കാവുകൾ, അന്ധവിശ്വാസങ്ങൾ, വെട്ടിവിടുന്നത് ഞാൻ പോയിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന കാവിൻ്റെ ഗുണം. പ്രത്യേകിച്ച് KFRAക്ക് ഒരുപാട് സ്റ്റഡി, ഇപ്പോൾ ഇരിങ്ങോൾക്കാവ് കേട്ടല്ലോ, ഒരുപാട് സ്റ്റഡികൾ നടത്തിയത്. അപ്പോൾ കാവുകളുടെ ഒരു സംരക്ഷണം ഇപ്പം നോക്കും. നമ്മൾ മിയാവാക്കി കൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജപ്പാൻ മെത്തേഡ് കൊണ്ട് കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് പണ്ടത്തെ കാവ്. പണ്ട് നമുക്ക് കൃഷിക്കായിട്ട് സ്ഥലം ക്ലിയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഏരിയ ഈ പാവം ചിത്തശലഭത്തിനും ഈ പാമ്പനൊക്കെ നിർത്തുകയാണ്. ഇതൊരു ഓക്സിജൻ സിലിണ്ടറാണ്. അതുമാത്രമല്ല, കാവ് നിങ്ങൾക്കറിയാം, ഇലകളൊക്കെ വീണെടുക്കും.
വെള്ളം ഉള്ളിൽ കാവിനോട് ചേർന്ന് കുളങ്ങളുണ്ടാവും. കുളം പറ്റാണ്ടിരിക്കാൻ, വെള്ളം പോകാണ്ടിരിക്കാനുള്ള പിന്നെ വെള്ളം ശുദ്ധീകരിക്കാൻ മലയാളി വെള്ളപ്പൊക്കം കൊണ്ടും വെള്ളം ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. തിരുവാതിരയ്ക്ക് കൂവഴിക്കുന്നു. നിങ്ങളുടെ പെൽവിക് റീജിയൻ അല്ലെങ്കിൽ ശരീരത്തിൽ തണവ് കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകൾ നീരാടി കുളിക്കാന്നുണ്ട്. അത് തണവ് കിട്ടാനുള്ള ടെക്നിക്ക് കൂടിയാണ്. കുട്ടികൾക്ക് എത്രയും തയ്ക്കാവുന്ന ചെറിയ അഭ്യർത്ഥനയുണ്ട്. നല്ല നിങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കാൻ കുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത് എങ്ങനെ കഴിക്കണം, അതുമാതിരി തന്നെ ഇതിന്റെ ഈ പറഞ്ഞ ന്യൂട്രീഷണൽ വാല്യൂ കാര്യങ്ങൾ കൂടി പറയാം. പലപ്പോഴും എന്താ അറിയോ, ഇതിന്റെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടി ചിലക്കണ ചില സാധനങ്ങൾ ചിലപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ആയുർവേദ ഇൻകോമ്പിറ്റന്റ് ഫുഡ് എന്നാണ്, ബിരുദാഹാരം എന്ന് പറയും. ഇപ്പൊ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തൈര് തട്ടുകട തൊട്ട് 5 സ്റ്റാർ ഹോട്ടൽ വരെ ഉപയോഗിക്കുന്ന ഇത് പരിപാടിയാണ്. പക്ഷെ ചിക്കനും തൈര് ഒരിക്കലും മീനും തൈര് ചേരൂലോ ശരിക്കും. ഷെയ്ക്ക് പാലിനൊപ്പം പഴങ്ങൾ ചേരുകയില്ല. കാരണം വേണമെങ്കിൽ പറഞ്ഞുതരാം, പഴം 1 മണിക്കൂർ കൊണ്ട് തേക്കും, പാല് തേക്ക് 5 മണിക്കൂർ വേണം. അപ്പോൾ ഇത് പുളിച്ച് ആകെ ഇതാവുക ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇത് ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ 3-ലൊരാൾക്ക് BP, 5-ലൊരാൾക്ക് ഷുഗർ, ന്യൂ ജനറേഷനിൽ റെക്ടൽ ക്യാൻസർ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കോളൻ ക്യാൻസർ, ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗങ്ങൾ. സത്യം പറഞ്ഞാൽ വലിയൊരു അപകടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളി വലിയ എന്താ പറയുക ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതെനിക്കറിയാം. എന്നോട് ഹെൽത്തി ഫുഡ് ഇടാൻ പറയും, ഞാൻ ഹെൽത്തി ഫുഡ് ഇടാൻ ഒരു മനുഷ്യൻ നോക്കൂല. അതുമാതിരി തന്നെ പഴയ മലയാളിക്ക് ഏറ്റവും പറ്റാത്ത അല്ലെങ്കിൽ ആയുർവേദത്തിലെ ഏറ്റവും മോശം ധാന്യം എന്ന് പറയുന്നത് ഉഴുന്നാണ്. ഏറ്റവും നല്ല ധാന്യം എന്ന് പറയുന്നത് ചെറുപയറാണ്. നമ്മൾ എന്നും കഴിക്കുന്നത് ദോശ ഇഡ്ഡലി. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കപപ്രകൃതിയാണ് മലയാളികളുടെ ഈ കാലാവസ്ഥ. നമ്മൾ പറയും ആയുർവേദത്തിൽ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇപ്പോൾ ജാങ്കലം, അനൂപ് സാധാരണ കണ്ട് കുറച്ച് ചതുപ്പും ഇതൊക്കെയാണ്. നമ്മൾ വാദ കപപ്രകൃതിക്കാരാണ് അധികം പറഞ്ഞത്. നമുക്ക് ഏറ്റവും കൂടുതൽ സുഖേട് പറഞ്ഞാൽ വാദ സുഖേടുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു ഫുഡും കൂടിയാണ് ശരിക്കും പറഞ്ഞത്. എന്നാൽ രസം എന്താ വെച്ചാൽ ആയുർവേദത്തിൽ ഉഴുന്ന് കഴിക്കേണ്ട ചില സമയം പറയുന്നുണ്ട്. മരുന്നായിട്ട് കഴിക്കേണ്ട സാധനമുണ്ട് തടിപ്പിക്കാൻ. അതുമാതിരി അനബദ്ധ്യത ഇമ്പോർട്ടൻസ് അതിനൊക്കെയുള്ള ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കഴിക്കാനായിട്ട് പറയുന്നതാണ് ഉഴുന്ന്. നമ്മൾ ദിവസവും അപ്പം ഇങ്ങനെയൊക്കെ വയറൊക്കെ വീർത്തിരിക്കുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഒന്ന് പ്രൊമോട്ട് ചെയ്തോളൂ. കാരണം ചെറുപയർ ഇത്രയും ബെസ്റ്റ്, മുൽഗാരി ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഒന്നുമില്ല. വെറുതെ ചെറുപയറിൻ്റെ നമ്മുടെ തിരുമേനിക്ക് നാരായണമുത്തില്ല അദ്ദേഹമൊക്കെ പറയാം ഇത് സൂപ്പ്, അതുമാതിരി മുതിരയൊക്കെ സൂപ്പാണ് കഴിക്കേണ്ടത് ശരിക്കും. കോഴ്സ് ഗ്രാം പറയുന്നത് മുതിര ചമ്മന്തിക്ക് മുതിരയൊക്കെ നമ്മുടെ ഏരിയയിലേക്ക് കൂടുതലുള്ള, ആ സൈഡിലേക്ക് ഒന്നും ഇല്ല മുതിര. മുതിരന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരക്ക് അല്ല നമ്മൾ സ്ഥിരം കഴിക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയുമ്പോഴേ അയ്യോ മുതിര അത് കുതിരക്ക് കൊടുക്കണല്ലേ, അല്ല നമ്മൾ കഴിക്കും. ഒരുപാട് സ്ഥലത്ത് അറിയില്ല. നോക്കൂ, ഇനി പ്രകൃതിയുടെ കളി കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതൊരു നല്ലൊരു രസമുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഫോറിനോസിൽ വരുമ്പോൾ പറയാറുള്ളതാണ്. പ്രകൃതി എല്ലാത്തും ഒരു കയ്യൊപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുക തിയറി ഓഫ് സിഗ്നേച്ചർ എന്നാണ്. ഇപ്പോൾ ഓരോ വസ്തുക്കൾ ചില ഷേപ്പ് അല്ലെങ്കിൽ കളറ് ഇതൊക്കെയാണ് നമ്മൾ അന്നറിയാലോ. അന്ന് നമുക്കിപ്പോൾ R&D ലാബുകളുണ്ട്, നമുക്ക് ക്ലിനിക്കൽ സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മോളിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ബയോകെമിക്കൽ അനാലിസിസ് ഒക്കെ നടത്താൻ പറ്റും. പണ്ട് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെങ്ങനെയാണ് മരുന്നാണ് കണ്ടുപിടിക്കുക? ഇതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് സത്യം തിയറി ഓഫ് സിഗ്നേച്ചർ. ചെടികളുടെ ഇപ്പോൾ ഇലയുടെ ഷേപ്പ് ഇതിൽ നോക്കൂ, നാഗത്താളി എന്നാണ് ഒരു ചെടീനെ പറയുന്നത്, ടങ് ഓഫ് ദ സ്നേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇതിന്റെ മോഡേൺ ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ പെട്ടെന്ന് പിടിയിട്ടുള്ളൂ. വാൾനട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ മാതിരിയാണ്, ഒമേഗ 3 ഫാറ്റ്. മോഡേൺ പറഞ്ഞു ഒമേഗ 3 ഫാറ്റ് ആസ് ഗുഡ് ഫോർ ദ ബ്രെയിൻ. തക്കാളി എടുത്ത് ഞാൻ 4 ചേമ്പർ റെഡ് കളർ ലിക്കോപ്പൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഗുഡ് ഫോർ ദ ഹാർട്ട്. സെലറി ബോൺ റിച്ച് കാൽസ്യം. ഇപ്പോൾ ചീസ് എടുത്ത് കഴിഞ്ഞാൽ കാൽസ്യമാണ്, ബോൺ മാരോ മാരിയാണ്. അപ്പോൾ ഇവരത് പറയുമ്പോൾ ഒരു ഗംഭീര സംഭവമാണ്. തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിഞ്ചർ, ഇഞ്ചി നമ്മുടെ കുടലുമാരിയാണ്. അപ്പോൾ വയറുവേനയ്ക്ക് നമ്മൾ അപ്പോൾ ഈ തിയറി ഓഫ് സിഗ്നേച്ചർ അവർ തിരിച്ചു കൊണ്ടുവരാണ് ഇതിന്റെ. അപ്പോൾ അവർ പറയുമ്പോൾ ദേ വിൽ പുട്ട് ദ സീൽ ഓഫ് ദ സയൻസ്. അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ ആളുകൾ വിശ്വസിക്കുള്ളൂ. നമ്മൾ പറഞ്ഞ പുച്ഛാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇതിലുള്ളത്. ഇപ്പോൾ ചെമ്പരത്തി, ചുവന്ന പൂക്കൾ, രക്തസംബന്ധമായ രോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ച് HP കുറവിനുള്ള കേസിൽ ജ്യൂസ് ഉണ്ടാക്കി വെച്ചോളൂ. ഇപ്പൊ അത് ശംഖുപുഷ്പൊക്കെ മറ്റേ കാപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറയാനും അതൊരു ചങ്ങലമാരുടെ ചെടി കാണിച്ചുതരാം. ബോൺ സെറ്റർ മാതിരിയാണ് ശരിക്കും. അതിന് പേരെന്നെ അസ്ഥി ശൃംഖല എന്നാണ് ആയുർവേദത്തിൽ പറയുക. ഇപ്പോൾ ഏറ്റവും രസമായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൽ നിന്ന് റിസർച്ച് വന്നിരിക്കുന്നു. ചങ്ങലം പനണ്ട ഈ പറഞ്ഞ മാതിരി ബോൺ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല റിസർച്ച് പേപ്പർ വന്നിരിക്കുന്നത്. കുർക്കുമിൻ മാത്രം എടുത്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ഹാവ് സം സൈഡ് എഫക്ട്സ് ഉണ്ടെന്നല്ല പറഞ്ഞാൽ ഉണ്ടാവാം. കാരണം പ്രകൃതിയിൽ നമുക്ക് റോ ആയിട്ട് കിട്ടാനുള്ള മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ എന്തിനും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ പ്രകൃതി എല്ലാം സൃഷ്ടിച്ചത് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇതിന്റെ ബാഡ് എഫക്റ്റിനെ ബാലൻസ് ചെയ്യാനുള്ള ചില സാധനങ്ങൾ ഇതിൽ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോകാം. ആയുർവേദത്തിൽ പറഞ്ഞത് എന്ന ജഗത്തേവ അനൌഷധം എന്ന് പറഞ്ഞത്.
ഭൂമിയിൽ മരുന്നല്ലാത്ത ഒരു വസ്തുവില്ല, ചെടിയെന്നല്ലാത്ത ഒരു വസ്തുവില്ല. അതായത് നിങ്ങൾക്ക് അറിയണം അതിൻ്റെ ഏത് ഭാഗം ഉപയോഗിക്കണം, ഏത് ഭാഗമാണ് ശുദ്ധി ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കൂ, കാഞ്ഞിരക്കായ വിഷമാണ് ശരിക്കും. നമ്മളത് പറയില്ലേ, കാരാസ്കരം, ഒരുപാട് മരുന്നുകൾ വരുന്നുണ്ട്. പാലിട്ട് ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശുദ്ധി കഴിഞ്ഞാൽ മരുന്നാണ് നമുക്ക്. അതായത് ചിലതിൻ്റെ വേരാണ്, ചിലതിൻ്റെ ഇലകൾ ടോക്സിക്കാണ്, എന്നാൽ വേര് ഉപയോഗിക്കാം, തൊലികൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് വുഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അറിവും കൂടിയാണ്. മീൻസ് അതായത് പണ്ടത്തെ ആളുകളുടെ കൈമാറുന്നൊരു അറിവാണ്. ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെ, അതുമാതിരി ഭക്ഷണത്തിന് ശുദ്ധിയുണ്ട്. ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ഒരിക്കലും റോ ഫുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേ, പ്രകൃതി സേനാണ് നമ്മൾ പറയില്ലേ, കുമ്പളങ്ങ നീര് അങ്ങനെ പറഞ്ഞു. നമുക്ക് കുറച്ചും കൂടി എന്താ വെച്ചാൽ ഒന്നുകിൽ സെമി കുക്ക്ഡ് അല്ലെങ്കിൽ ബോയിൽഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഡ്രൈ നമ്മൾ പറയാം, ഒന്ന് വാട്ടി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ പഴം തന്നെ പുഴുങ്ങി കഴിക്കണം എന്ന് പറയാം. ഇപ്പോൾ നേന്ത്രപ്പഴം നേരെ കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകണമാണ്, പുഴുങ്ങി കഴിച്ചാൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. എല്ലാത്തിനും ഈ പറഞ്ഞ മാതിരി നെല്ലിക്ക കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടാൽ ഒന്ന് ശുദ്ധിയാവും എന്നൊക്കെയാണ് പറയാം. അപ്പോൾ എല്ലാത്തിനും ഒരു ശുദ്ധി എന്നുള്ളൊരു, ശുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ന്യൂട്രിയൻസ് അതാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ വൈദ്യര്, നിങ്ങളുടെ അടുക്കളയാണ് നിങ്ങളുടെ ആശുപത്രി, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഈസ് യുവർ ഹെൽത്ത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആഹാരമാണ് ഔഷധം. നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ എവറിത്തിങ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റൊമക്ക്. ആയുർവേദത്തിലൂടെ എല്ലാ രോഗങ്ങളുടെയും തുടക്കം എന്നാണ്. ആഹാരോ മഹാഭൈഷജോ എന്നാണ് പറയുന്നത്. അതായത് ആഹാരമാണ് ഏറ്റവും വലിയ മഹാമരുന്ന് എന്നാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മോഡേൺ പറഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിൻസോണിസം അതിൻ്റെ ലക്ഷണങ്ങൾ പോലും വയറിന്ന് അറിയാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. ദർ ഇസ് എ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. 100 million ന്യൂറോൺ ഇൻ യുവർ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള നമ്മുടെ വയറിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കഴിക്കുന്ന പല ഭക്ഷണങ്ങളുടെയും നമ്മൾ കഴിക്കേണ്ട ട്രഡീഷണലായിട്ട് കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുടെയും അഭാവം മൂലം അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ മൂലം ദൂഷ്യവിഷം എന്ന് പറയും, ആമം അവിടെ നിന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞാൻ എത്ര ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പലപ്പോഴും നമുക്ക് നീണ്ടു നിൽക്കുന്ന വിഷാംശമായിട്ട് പറഞ്ഞാൽ പലപ്പോഴും പല രോഗങ്ങളുടെ കാരണമാവുന്നത് നിങ്ങളുടെ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത തലമുറയെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നല്ല ഭക്ഷണ രീതി പഠിപ്പിക്കുക. ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞാൽ പഴയലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ കഴിക്കണം. അതുമാതിരി ജിയോഗ്രാഫിക്കൽ ഫുഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ നിന്ന് അവിടെ ചക്കി മാങ്ങി കഴിക്കില്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മുന്തിരിയും ഓസ്ട്രേലിയയിൽ നിന്ന് പോയിട്ട് ആപ്പിള കഴിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടിലാവണ ഭക്ഷണമാണ് നിങ്ങളുടെ ഭക്ഷണം. നമ്മൾ പറയാൻ ചക്കി മാങ്ങി മുമ്മാസം, അവസാനം പോകണം അങ്ങനെ ഇങ്ങനെ മുമ്മാസം. ഈ അങ്ങനെ ഇങ്ങനെ മുമ്മാസമാണ് നമ്മുടെ കർക്കിടക മാസമൊക്കെ കിട്ടിയത് മുഴുവൻ പറിച്ച് കഴിക്കണം. മനസ്സിലായി? ഇതാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതി. ഏറ്റവും കൂടുതൽ നോക്കൂ, നമ്മൾ പലപ്പോഴും ഇവിടുന്ന് നോക്കൂ, ഒരു ലോഡ് ചക്ക അല്ല മുന്തിരി അവിടെ നിന്ന് വെട്ടടിച്ചുള്ള അതേ ലോറിയിൽ ഒരു ലോഡ് ചക്ക കൊടുക്കും. ഇതെന്ന് പറയാം അവർക്ക് ബുദ്ധിയില്ല, ബോധമില്ല എന്ന് നമ്മൾ പറയും. സത്യം നമുക്കാണ് ബുദ്ധിയില്ലാതെ. ഇപ്പം ചക്ക ഭയങ്കര ഫുഡായി കഴിഞ്ഞോട്ടോ. അപ്പോൾ ഇനി മാജിക്കൽ ഫ്രൂട്ട് എന്നാണ്. ചക്കയ്ക്കില്ലാത്ത ഗുണങ്ങളില്ല. ഇപ്പോൾ ഇതിനാണ് ഏറ്റവും വലിയ ഗുണം, ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഒരു വളമിടാതെ, ഒരു മരുന്നടിക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ സമയാകുമ്പോൾ ചക്ക തരണം അല്ലെങ്കിൽ ഇത് തരണ ഒരു ഇല്ല. എല്ലാ ഭാഗങ്ങളും നമുക്കറിയാലോ, വിയറ്റ്നാമിലൊക്കെ അതിന്റെ ചക്കയുടെ അല്ല ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവര്. ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും ഭേദമായിട്ട്. ഇപ്പൊ കോവിഡ് ഒന്നുകൂടി നമ്മൾ ചക്കയുടെ ആൾക്കാർ ഇത് പ്ലാവിന്റെ ഇല കിടക്കും, ഞാൻ കറി വെച്ചോ ആടാക്കി മാറ്റി. അപ്പൊ ഇഷ്ടമില്ലാത്ത പക്ഷെ അതിലൊരു പിന്നെ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കഴിക്കുക. ഇടയ്ക്ക് വല്ല രസത്തിനൊക്കെ വലിയ ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കട്ടെ, ശീലമാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അപകടം. വലിയൊരു അപകടത്തിൽ നമ്മൾ പോകുന്നത്, പ്രത്യേകിച്ച് മലയാളികളുടെ. അല്ല ഇപ്പൊ ഞങ്ങളിപ്പോ ദുബായിൽ നിന്ന് വരുമ്പോ ഞാൻ പറയായിരുന്നു, ഞാൻ അടുത്ത് കുഴിമന്തിയുടെ കടകൾ മാത്രമേ ഉള്ളൂ. അല്ല ചോറ് കിട്ടണില്ല ഇവിടെ. ഞങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ മണ്ണൂത്തിയിലൊക്കെ പോയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, അറിയോ, പല സ്ഥലത്തും ചോറില്ല. ഐ മീൻ നോർമൽ ഫുഡ് ഇല്ലാത്ത അവസ്ഥ. നമുക്ക് പണ്ട് നമ്മൾ ചിക്കൻ കഴിച്ചിരുന്നില്ല, ഇത്ര വലിയ അപകടം ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ചിക്കൻ കഴിക്കാൻ തുടങ്ങി നോക്കൂ, നമ്മുടെ വീട്ടിലൊരു ബന്ധു വന്നു, ഒരു വിശേഷം വന്നു, നമ്മൾ ഓടിപ്പോയി കോഴിക്കോട്ടിൽ കൈയിട്ടു, കോഴിനെ പിടിച്ചുകൊണ്ട് വെട്ടി നിർത്തി. അന്ന് പരന്ന പാത്രം, ഉരുളി മാറ്റ പാത്രത്തിൽ ചിരട്ടക്കയുടെ കഷ്ണൊക്കെ പൊട്ടിച്ചിട്ട് അത് വേവിക്കാനിട്ട് 2-3 മണിക്കൂർ ഫാറ്റും ഇതൊക്കെ പോവുകയുടെ പുറത്തേക്ക്. ഇപ്പോൾ നോക്കൂ, അത് ഒരു കറുകയും ഇതൊക്കെ കൊത്തിനാണ് നാടൻ കോഴികളാണ്. ഇതിന് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, കഴിക്കാൻ അമ്മയുടെ പിന്നാലെ നടന്നാണ് ഒരു ചെറിയ കഷ്ണം കിട്ടുക. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ചിക്കൻ ഇല്ലാണ്ട് ഭക്ഷണം ഇറങ്ങില്ല എന്ന് പറയുന്നത്. വലിയ അപകടം. കാരണം വെച്ചാൽ ഈ 40-45 ദിവസം കൊണ്ട് പലപ്പോഴും ഇത് പറയണ ഹോർമോൺ ചിക്കൻ എന്നൊക്കെ പറയണം. ഹോർമോൺ ചിക്കനേക്കാളും അപകടമാണ് ശരിക്കും ആന്റിബയോട്ടിക്. ഇത് നമ്മൾ കഴിച്ചാൽ, നമ്മുടെ കുട്ടികൾ കഴിച്ചാൽ, നമ്മളിനി കഴിച്ചാൽ, നമുക്കിനി ഒരു ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ നമുക്ക് ഇപ്പോൾ WHO ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഇറക്കണം തന്നെ നെവർ മിസ് യൂസ് ആന്റിബയോട്ടിക്. ഇതാണ് ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വൈദ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറിപ്പടി തരും. അപ്പൊ അതില് ഇന്ന കഷായം, അപ്പൊ അതിന് മരുന്ന്, അപ്പൊ അവിടെ നിൽക്കുന്ന സഹായി അപ്പൊ പറയില്ല, കൈ കൊണ്ട് പറക്കിയിട്ട് കറക്റ്റ് അളവായിരിക്കും. അപ്പൊ 7 ദിവസം കഷായം 7 പൊതിയായിട്ട് തരും.
അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ വീട്ടിൽ പാകം ചെയ്ത് അതെ 1 ലിറ്റർ ഒരു വെള്ളത്തിലിട്ട് വറ്റിച്ച് അത് 100 ml ആക്കി അതിൽ മേമ്പൊടി ചേർത്ത് വെക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് മനസ്സും എന്താ പറയുക ശരീരമില്ല മനസ്സില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് ആയി കഴിഞ്ഞു. അതും കഴിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ കഷായമായി ഗുളികയും കഴിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ക്യാപ്സൂൾ ആക്കാം, മീൻസ് ജെല്ലിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങാടി മരുന്ന് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ വീണ എല്ലാ സാധനങ്ങളും അതാണ് ഞാൻ കിച്ചൺ ഈസ് യുവർ ഫാർമസി എന്ന് പറഞ്ഞത്. മനസ്സും എന്താ പറയാ ശരീരമില്ല മനസ്സില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് തൈക്കാട്ടുശ്ശേരി മൂസിന്റെ മന എന്ന് പറയുന്നത്. തീരെ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ വെക്കേഷനിൽ എനിക്ക് അവിടെ വീണ്ടും പോകാനുള്ള ഒരു അവസരം കിട്ടിയത്. ആയുർവേദ ഹോസ്പിറ്റലും അവരുടെ മനയൊക്കെ പോയി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് തൈക്കാട്ടുശ്ശേരി മനയുടെ മ്യൂസിയവും ആയുർവേദ മ്യൂസിയവും ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങളിവിടെ നമ്മുടെ മ്യൂസിയത്തിൽ എത്തുകയും നമ്മുടെ അനിൽ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവിധ ഇൻഫർമേഷൻസും, അതായത് ആയുർവേദത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഒരു 3-4 മണിക്കൂറുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അത്. അതായത് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ നമുക്കൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തൊക്കെ മ്യൂസിക് ഇട്ട് അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ആയുർവേദ മ്യൂസിയം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, അഡ്രസ്സും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പും എല്ലാം. അപ്പോൾ നിങ്ങൾ എന്തായാലും തൃശ്ശൂരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് ശരിയായ കസ്തൂരി മഞ്ഞൾ കേട്ടോ. എന്താണ് നമ്മൾ മഞ്ഞക്കൂവയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ. കണ്ടില്ലേ, ഞാൻ പറയാറില്ലേ ക്രീമാണ് എൻ്റെ ഉള്ളിൽ. അതെ അതെ. അപ്പൊ ഇത്ര കാലം പറ്റിക്കപ്പെടുകയായിരുന്നു. നീ പറഞ്ഞോളൂ, മഞ്ഞള് ഏത് മഞ്ഞളായാലും തേക്കുമ്പോ മൂരിൽ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞത് കിട്ടിയിട്ടില്ല. രക്തചന്ദനം പാലില് വേണം ചെയ്യാൻ. രക്തചന്ദനം പാലിലും മറ്റേത് മോരിലും അല്ലേ? അതങ്ങനെ പിരിച്ചിങ്ങനെ എടുക്കാൻ പാടില്ല. പതുക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ യാത്ര പറഞ്ഞു പോയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു മ്യൂസിയം? ഗംഭീരായിരുന്നു, അടിപൊളി. വൈദ്യരക്തത്തിന്റെ ഇവിടെ വരികയാണെങ്കിൽ മ്യൂസിയത്തിൽ നിങ്ങൾ എന്തായാലും കയറണം. ഒരുപാട് എന്താ പറയാ മ്യൂസിയത്തിൽ കയറണം. അതെ, കയ്യിലൊരു 3-4 മണിക്കൂർ സമയം കരുതിയിട്ട് വരും.